എൻസൈംസ് ഇൻവോൾവ് ഇൻ DNA റെപ്ലിക്കേഷൻ. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് DNA റെപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഒരു DNA യിൽ നിന്നും പുതിയ DNA ഉണ്ടാക്കപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന എൻസൈമുകൾ ഏതൊക്കെയാണ്? ഈ എൻസൈമുകൾ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത്, അവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ വിശദാംശങ്ങളാണ് എൻസൈംസ് ഇൻവോൾവ് ഇൻ DNA റെപ്ലിക്കേഷൻ എന്ന ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. DNA റെപ്ലിക്കേഷൻ ഈസ് എ ഹൈലി എൻസൈം ഡിപെൻഡന്റ് പ്രോസസ്. DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും എൻസൈമുകൾ കൊണ്ട് അല്ലെങ്കിൽ എൻസൈമുകളുടെ ഇടപെടൽ കൊണ്ട് നടക്കുന്ന പ്രക്രിയയാണ്. There are many enzymes involved in DNA replication, which includes the enzymes DNA-dependent DNA polymerases, helicase, ligase, etc. ഇങ്ങനെ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന എൻസൈമുകൾ DNA-dependent DNA polymerase, DNAയുമായി ചേർന്ന് അല്ലെങ്കിൽ DNAയോടൊപ്പം പ്രവർത്തിക്കുന്ന DNA പോളിമറൈസുകൾ, ഹെലിക്കേസ്, ലിഗേസ് തുടങ്ങിയ എൻസൈമുകളാണ് DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത്. എമംഗ് ദം DNA-dependent DNA polymerase is the main enzyme. ഇങ്ങനെ ഹെലിക്കേസ്, ലിഗേസ് തുടങ്ങിയ എൻസൈമുകളുടെ കൂട്ടത്തിൽ DNA-dependent DNA പോളിമറൈസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട DNA റെപ്ലിക്കേഷനിൽ പങ്കെടുക്കുന്ന എൻസൈമുകൾ. ഇനി നമുക്ക് DNA പോളിമറൈസുകൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എൻസൈം ദാറ്റ് ക്യാൻ സിന്തസൈസ് എ ന്യൂ DNA സ്ട്രാൻഡ് ഓൺ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ബൈ ആഡിംഗ് ന്യൂക്ലിയോടൈഡ്സ് ടു ദ ഗ്രോയിങ് ന്യൂക്ലിയോടൈഡ് ചെയിൻ. DNA നിർമ്മാണം നടക്കുന്ന ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നും അല്ലെങ്കിൽ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ DNAയുടെ ഡബിൾ സ്ട്രാൻഡ് വേർപിരിഞ്ഞ് രണ്ട് ടെംപ്ലേറ്റ് ആയിട്ട് നിൽക്കണം. ഇങ്ങനെ ഈ ടെംപ്ലേറ്റുകൾക്ക് മുകളിലായിട്ടാണ് പുതിയ DNAകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ പുതിയ DNAയുടെ ഉൽപാദന പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും DNA നിർമ്മിക്കുന്നത് DNA പോളിമറൈസുകൾ എന്ന എൻസൈമുകളാണ്. ദിസ് എൻസൈം ഈസ് പ്രസന്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഈ എൻസൈം തന്നെയാണ് പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും ഒരേപോലെ ആയിട്ട് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും DNA പോളിമറൈസുകളാണ് DNA നിർമ്മാണം നടത്തുന്നത്. 3 forms of DNA polymerase are found in prokaryotes, that is DNA polymerase 1, DNA polymerase 2 and DNA polymerase 3. പ്രോകാരിയോട്ടിൽ കാണപ്പെടുന്ന DNA പോളിമറൈസുകളെ പോളിമറൈസ് 1, 2, 3 എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. 3 എണ്ണമാണ് പ്രോകാരിയോട്ടിൽ ഉള്ളത്. In eukaryotes, 5 DNA polymerases are present. They are alpha, beta, gamma, epsilon, etc. ഇങ്ങനെ യൂകാരിയോട്ടും പ്രോകാരിയോട്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ DNA പോളിമറൈസ് പ്രോകാരിയോട്ടിൽ 3 എണ്ണമാണ് കാണുന്നതെങ്കിൽ അത് യൂകാരിയോട്ടിലേക്ക് വരുമ്പോഴേക്കും ആൽഫ, ബീറ്റ, ഗാമ, എപ്സിലോൺ എന്നിങ്ങനെ 5 തരത്തിൽ കാണപ്പെടുന്നു എന്ന് കാണാൻ കഴിയും. ഇനി DNA ഡിപ്പെൻഡന്റ് പോളിമറൈസുകൾ അല്ലെങ്കിൽ DNA പോളിമറൈസുകളിലേക്ക് നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പോളിമറൈസേഷൻ ആൻഡ് കാറ്റലൈസസ് ആൻഡ് റെഗുലറൈസ് ദ ഓൾ പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് അതർ എൻസൈംസ്. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് അല്ലെങ്കിൽ DNA പോളിമറൈസുകൾ DNAയുടെ പോളിമറൈസേഷൻ, അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നും അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള പുതിയ സ്ട്രാൻഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നു. ഈ പങ്കെടുക്കുക അല്ലെങ്കിൽ ആ പ്രക്രിയ നടത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഹെലിക്കേസ്, ലിഗേസ് തുടങ്ങിയ എൻസൈമുകളുടെ സഹായത്താൽ പൂർണ്ണമായിട്ടും DNA നിർമ്മാണം നടത്തുന്നത് DNA പോളിമറൈസുകളാണ്. Deoxyribonucleoside triphosphates are the substrate as well as the energy provider for the replication process. ഇങ്ങനെ DNA നിർമ്മാണം
നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഘടകങ്ങൾ ഡീഓക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റും അതുപോലെ തന്നെ ഈ ട്രൈഫോസ്ഫേറ്റിനോടൊപ്പം ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എൻസൈമുകളുടെ ചേർന്നിട്ടാണ് റെപ്ലിക്കേഷൻ പ്രോസസ് പൂർണ്ണമാക്കുന്നത്. അപ്പോൾ DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസുകൾ DNA നിർമ്മാണം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡീഓക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. അതാണ് അതിന്റെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോണ്ടിങ് പ്രക്രിയയിലൂടെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് തുടങ്ങിയ ബോണ്ടിങ് പ്രക്രിയയിലൂടെ വേണം ടെംപ്ലേറ്റ് സ്ട്രാൻഡിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് എന്ത് ചെയ്യാൻ, കോംപ്ലിമെന്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രാൻഡ് നിർമ്മിക്കാൻ. ഇത് നിർമ്മിക്കുമ്പോൾ അതിന് ബോണ്ട് വഴി അല്ലെങ്കിൽ നൈട്രജൻ ബേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഊർജം ആവശ്യമാണ്. ഈ ഊർജം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എൻസൈമുകൾ ചേർന്നിട്ടാണ്. DNA പോളിമറൈസ് ഈസ് ഓഫ് 3 ടൈപ്സ്. ഇങ്ങനെ നോക്കുമ്പോൾ DNA പോളിമറൈസുകളെ, DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന DNA പോളിമറൈസ് എന്ന എൻസൈമുകളെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഒന്നാമത്തത് DNA പോളിമറൈസ് 1. ഇറ്റ് ഈസ് എ DNA റിപ്പയർ എൻസൈം. അതായത് DNAയുടെ തകരാറുകൾ പരിഹരിക്കുന്ന എൻസൈമുകളായിട്ടാണ് DNA പോളിമറൈസ് 1 അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ DNA നിർമ്മാണം നടത്തുന്ന എൻസൈമുകൾ DNA പോളിമറൈസ് 3 ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ DNA പോളിമറൈസ് 1ലേക്ക് വരാം. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ 3 ആക്ടിവിറ്റീസ്. DNA റിപ്പയർ, അതായത് DNA നിർമ്മാണം പൂർണ്ണമായിട്ടും നടത്തുന്നത് DNA പോളിമറൈസുകൾ എന്ന എൻസൈമുകളുടെ 1, 2, 3 എന്ന എൻസൈമുകളുടെ മൂന്നാമത്തെ എൻസൈമാണ് ഇൻ വിവോ ആയിട്ട്, അതായത് എല്ലാ പദാർത്ഥങ്ങളെയും ഒരു സെല്ലിൽ അടങ്ങിയിട്ടുള്ള DNA നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് DNA നിർമ്മാണം നടത്തുന്നത് DNA പോളിമറൈസ് 3 എന്ന എൻസൈമാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് DNA പോളിമറൈസ് എന്താണെന്ന് നോക്കുമ്പോൾ, ഇങ്ങനെ DNA നിർമ്മാണം നടക്കുന്ന സമയത്ത് DNAയിലുള്ള തകരാറുകൾ പരിഹരിക്കുന്ന അല്ലെങ്കിൽ റിപ്പയർ പ്രോസസ് നടത്തുന്ന എൻസൈമുകളാണ് DNA പോളിമറൈസ് 1 എന്ന് പറയുന്നത്. അത് 3 തരത്തിലാണ് റിപ്പയർ നടത്തുന്നത്. ഒന്ന് 5-3' പോളിമറൈസ് ആക്ടിവിറ്റി, 5-3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഇങ്ങനെ പ്രധാനമായിട്ടും 3 തരത്തിൽ. മൂന്നാമത്തത് എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ 5-3' പോളിമറൈസ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. An exonuclease is a nucleus that degrades nucleic acids starting and their terminal ends. ഇവിടെ 5-3' പോളിമറൈസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 5-ൽ നിന്നും 3ലേക്ക് നൈട്രജൻ ബേസുകളെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കുക. ഇനി രണ്ടാമത്തത് 5-3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. എക്സോന്യൂക്ലിയസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 5-ൽ നിന്നും 3ലേക്ക് DNA പോളിമറൈസേഷൻ അല്ലെങ്കിൽ DNAയുടെ നിർമ്മാണം നടക്കുമ്പോൾ 3' എൻഡിലും 5' എൻഡിലും ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 3' എൻഡിലും 5' എൻഡിലുമായിട്ട് രൂപപ്പെടുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്മാച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളെ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വഴി എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. എൻഡിലുള്ള 5' എൻഡിലും 3' എൻഡിലുമുള്ള മിസ്മാച്ച്ഡ് ആയിട്ടുള്ള നൈട്രജൻ ബേസുകളെ റിമൂവ് ചെയ്തുകൊണ്ട് റിപ്പയർ മെക്കാനിസം നടത്തുന്നത് DNA പോളിമറൈസ് 1 എന്ന എൻസൈമാണ്. അതുകൂടാതെ 3-5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എൻഡോന്യൂക്ലിയസ് ക്ലീവ്സ് ന്യൂക്ലിക് ആസിഡ് അറ്റ് ഇന്റേണൽ സൈറ്റ്. 5' എൻഡിലും 3' എൻഡിലും എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി, അത് 5-ൽ നിന്ന് 3ലേക്കും ഇനി 3-ൽ നിന്നും 5ലേക്കും തിരിച്ചും DNA പോളിമറൈസ് എന്ന എൻസൈം റിപ്പയർ നടത്തുന്നുണ്ട്. ഇനി ഇതിന്റെ ഇടയിലായിട്ടുണ്ടാകുന്ന, അതായത് 5' എൻഡിനും 3' എൻഡിനും, അതായത് DNA പോളിമറൈസേഷൻ നടക്കുമ്പോൾ അഗ്രഭാഗങ്ങളിൽ, അതായത് 2 എൻഡിലും ഉണ്ടാകുന്ന തകരാറുകൾ എക്സോന്യൂക്ലിയസ് എന്ന് പറയുന്ന പ്രോസസ് വഴിയാണ് അല്ലെങ്കിൽ എക്സിഷൻ വഴിയാണ് തകരാറുകൾ പരിഹരിക്കുന്നതെങ്കിൽ
ഇതിൻ്റെ ഇടയിലായിട്ടുണ്ടാകുന്ന തകരാറുകൾ എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമിന്റെ സഹായത്താൽ DNA പോളിമറൈസ് റിപ്പയർ മെക്കാനിസം നടത്തുകയാണ് ചെയ്യുന്നത്. Then DNA polymerase 2 is responsible for primer extension and proof reading. ഇനി രണ്ടാമത്തെ എൻസൈം ആയിട്ടുള്ള DNA polymerase 2 എന്ന് പറയുന്നത് പ്രൈമർ എക്സ്റ്റൻഷൻ ആൻഡ് പ്രൂഫ് റീഡിംഗ്. അതായത് ഒരു DNA ടെംപ്ലേറ്റിൽ നിന്നും പുതിയ ഒരു DNA ഉണ്ടാകണമെങ്കിൽ അതിന് ഒരു RNA ആവശ്യമുണ്ട്. RNA ചെറിയ ഒരു ഭാഗം DNA തുടക്കത്തിൽ, അതായത് 5' എൻഡിൽ ക്രമീകരിച്ചില്ലെങ്കിൽ ആദ്യം കൊണ്ട് അറ്റാച്ച് ചെയ്തെങ്കിൽ മാത്രമേ DNA നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ പ്രൈമർ എക്സ്റ്റൻഷൻ, പ്രൈമറിൽ നിന്നും മുന്നോട്ട് DNA നിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലും രണ്ടാമത്തെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന DNA നിർമ്മാണം നടക്കുന്ന സ്ട്രാൻഡ് ഉണ്ട്, അതിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്നാണ് പറയുക. രണ്ടാമത്തെ സ്ട്രാൻഡിനെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ടാമത്തെ സ്ട്രാൻഡിനെ നമ്മൾ ലാഗിംഗ് സ്ട്രാൻഡ് എന്നാണ് പറയുക. അതായത് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഒക്കെ വരുന്ന ലാഗിംഗ് സ്ട്രാൻഡ്. അപ്പൊ ഈ ലീഡിംഗ് സ്ട്രാൻഡിൽ ഒറ്റ RNA പ്രൈമർ മാത്രം മതി. എന്നാൽ രണ്ടാമത്തെ ലാഗിംഗ് സ്ട്രാൻഡിൽ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ടാണ് അല്ലെങ്കിൽ പാർട്ടായിട്ടാണ് എന്ത് ചെയ്യുക, DNA നിന്നും RNA നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ പ്രോസസ്സ്, പ്രൈമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള DNA റെപ്ലിക്കേഷൻ പ്രോസസ്സ് നടത്തുന്നത് DNA പോളിമറൈസ് 2 എന്ന എൻസൈമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ DNA പോളിമറൈസ് 3 ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻ വിവോ DNA റെപ്ലിക്കേഷൻ. ഇവിടെ DNA പോളിമറൈസ് 3 എന്ന് പറയുന്ന മൂന്നാമത്തെ എൻസൈം ഇൻ വിവോ DNA റെപ്ലിക്കേഷൻ. ഇൻ വിവോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കോശത്തിൽ DNA നിർമ്മാണം നടക്കുമ്പോൾ DNA നിർമ്മാണം നടത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് DNA നിർമ്മാണം നടക്കുന്ന പ്രക്രിയയാണ് ഇൻ വിവോ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് നൈട്രജൻ ബേസുകൾ ഉണ്ടാവും, ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും, ഇനി ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് DNA തുടങ്ങി എന്തെല്ലാം DNA നിർമ്മാണത്തിന് ആവശ്യമാണോ അതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് DNA നിർമ്മാണം നടക്കുന്ന പ്രക്രിയക്കാണ് ഇൻ വിവോ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് DNA നിർമ്മാണം നടത്തുന്നത് DNA പോളിമറൈസ് 3 എന്ന എൻസൈമാണ്. ഇനി നമുക്ക് DNA പോളിമറൈസ് 2 പ്രൂഫ് റീഡിംഗ് പ്രക്രിയ എന്താണെന്ന് നോക്കാം. പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു എഴുതി തയ്യാറാക്കിയ ഒരു പ്രബന്ധത്തെ അല്ലെങ്കിൽ ഒരു മാറ്ററിനെയാണ് നമ്മൾ പ്രൂഫ് എന്ന് പറയുക, അതായത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപുള്ള. അപ്പോൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു കവിതയാകാം, ഒരു കഥയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രസിദ്ധീകരണത്തിനുള്ള ഒരു റൈറ്റപ്പ് ആകാം. അപ്പോൾ നമ്മൾ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യുന്നതിന് മുൻപ് അത് കൃത്യമായിട്ട് അതിനകത്തെ തെറ്റുകളൊക്കെ പരിശോധിച്ച് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പ്രക്രിയക്കാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെയാണ് ഇവിടെ DNA പോളിമറൈസ് പ്രൂഫ് റീഡിംഗ് നടത്തുക. അതായത് DNA നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ടെംപ്ലേറ്റിൽ നിന്ന് പുതിയ DNA ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന DNA കോംപ്ലിമെന്ററി സ്ട്രാൻഡുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തകരാറുകളെ കണ്ടെത്തി അതിനെ പരിഹരിക്കുന്നതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുക. ഇവിടെ DNA പോളിമറൈസ് 1 എന്ന എൻസൈം എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി വഴി ആദ്യം തന്നെ തെറ്റുകൾ പരിഹരിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും, കാരണം DNA നിർമ്മാണം എന്ന് പറയുന്നത് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ്, കൃത്യമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എവിടെയെങ്കിലും ഒരു ന്യൂക്ലിയോസൈഡിന് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിന് അല്ലെങ്കിൽ നൈട്രജൻ ബേസുകൾക്കിടയിൽ തകരാറ് വന്നാൽ അതൊരു മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഒരു സ്പീഷീസിന്റെ ചേഞ്ചസിനോ ഒക്കെ ഇടയാക്കും. അപ്പോൾ അങ്ങനെ പോലും തകരാറ് വരാതെ ഈ പ്രക്രിയയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് DNA പോളിമറൈസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രൂഫ് റീഡിംഗ് എന്ന രണ്ടാമത്തെ പ്രക്രിയ ഇവിടെ നടക്കുന്നത്. DNA polymerase can help to ensure accuracy in 2 ways. Initial selection of the proper nucleotide. First one. ഒന്നാമത്തത്
തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് ഏതാണെന്ന് കൃത്യമായി ഉറപ്പുവരുത്തുന്നത് DNA പോളിമറേസ് 2 ആണ്. അതായത് DNA ടെംപ്ലേറ്റ്, DNA 2 സ്ട്രാൻഡായിട്ട് മാറി നിന്നുകൊണ്ടാണ് DNA നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ 2 സ്ട്രാൻഡായിട്ട് മാറി ടെംപ്ലേറ്റ് ആയിട്ട് നിന്നുകൊണ്ട്, അതായത് അച്ചായിട്ട് പ്രവർത്തിക്കുന്ന 2 സ്ട്രാൻഡിൽ നിന്നും പുതിയ സ്ട്രാൻഡുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അപ്പോൾ പുതിയ സ്ട്രാൻഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് RNA പ്രൈമർ എന്ന് പറഞ്ഞ RNAയുടെ ചെറിയ ഒരു സ്ട്രാൻഡാണ്. അപ്പോൾ ഈ സ്ട്രാൻഡ് വന്ന് റെപ്ലിക്കേഷൻ, അതായത് DNA റെപ്ലിക്കേഷൻ സൈറ്റിൽ, ഇനിഷ്യേഷൻ സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനുശേഷമുള്ള, അതായത് RNA പ്രൈമർ അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ന്യൂക്ലിയോടൈഡ് ഏതാണ് എന്ന് കൃത്യമായിട്ട് അഡിനിന് പകരം തീർച്ചയായിട്ടും എന്ത് വരണം? തൈമിൻ വരണം. ഗ്വാനിന് പകരം സൈറ്റോസിൻ വരണം. അങ്ങനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് പെയറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയ, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ നിയന്ത്രിക്കുന്നത് DNA പോളിമറേസ് 2 എന്ന എൻസൈമാണ്. The initial selection of nucleotide base on the first fit on the incoming nucleotide, the enzyme active site. The properly selected nucleoside is added by phosphodiester bond. The mismatched nucleotides are catalyzed by DNA polymerases. ഇവിടെ പ്രോപ്പർലി ആയിട്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ടാണ് ന്യൂക്ലിയോടൈഡിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് വഴി അവിടെ ബോണ്ട് ചെയ്ത് DNA നിർമ്മാണം തുടങ്ങുന്നു. ഇനി മിസ്മാച്ച്ഡ് ആയിട്ടുള്ള, അതായത് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഗ്വാനിനാണ് ടെംപ്ലേറ്റിലെ നൈട്രജൻ ബേസ് എങ്കിൽ സെലക്ട് ചെയ്യുന്നത് തൈമിനാണെന്നുണ്ടെങ്കിൽ അത് മിസ്മാച്ച്ഡ് ആയിട്ടുള്ള നൈട്രജൻ ബേസ് ആണ്. അപ്പോൾ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള നൈട്രജൻ ബേസിനെയാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കാറ്റലൈസ് ചെയ്ത് കളയും, അതായത് നിർവീര്യമാക്കി കളഞ്ഞുകൊണ്ട് പ്രൂഫ് റീഡിങ്, കൃത്യമായിട്ടുള്ളതിനെ കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളതിനെ അവിടെ ആഡ് ചെയ്യാനായിട്ടുള്ള പ്രോസസ് ക്രമീകരിക്കുന്നത് DNA പോളിമറേസ് 2 എന്ന എൻസൈമാണ്. ഇങ്ങനെ DNA നിർമ്മാണത്തിൽ അക്യുറസി, കൃത്യത ഉറപ്പുവരുത്തുക എന്നുള്ള പ്രക്രിയയിൽ പ്രൂഫ് റീഡിംഗ് നടത്തുന്ന ആദ്യത്തെ പ്രോസസ് നടത്തുന്നത് DNA പോളിമറേസ് 2 എന്ന എൻസൈമാണ്. ഇനി എൻസൈം പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് വരുമ്പോൾ, the second way of DNA polymerase increase accuracy is by proofreading or editing step. DNA പോളിമറേസിന്റെ പ്രൂഫ് റീഡിംഗ് പ്രക്രിയയിൽ എഡിറ്റിംഗ് സ്റ്റെപ്പ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാറ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനകത്ത് പിന്നീട് അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചു പോയ തെറ്റുകളെ കണ്ടെത്തി അതിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ തിരുത്തുന്നതിനെയാണ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൂഫ് റീഡിംഗ് നടത്തുന്നത്, ദിസ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ 3' to 5' exonuclease activity that removes mispaired nucleotide from the 3' end of the nucleotide chain. ഇവിടെ 5 നിന്നും 3 എപ്പോഴും എന്ത് ചെയ്യുക? DNA നിർമ്മാണം, അതായത് 5' എൻഡിൽ നിന്നും 3' എൻഡിലേക്കാണ് DNA നിർമ്മാണം നടക്കുക. അപ്പോൾ DNA നിർമ്മാണം തുടങ്ങുന്നത് 5' എൻഡിലാണ്. 5' എൻഡിൽ തുടങ്ങുമ്പോൾ തന്നെ തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ഒന്നാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ DNA പോളിമറൈസ് അത് കണ്ടെത്തുകയും അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇനി നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം 3 നിന്നും 5, അതായത് അവസാനത്തെ ന്യൂക്ലിയോടൈഡിൽ നിന്നും ആദ്യത്തെ ന്യൂക്ലിയോടൈഡിലേക്ക് DNA പോളിമറൈസ് 2 അതിനെ വായിച്ച് നോക്കും, അതായത് അതിനെ റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കാം ചിത്രത്തിൽ അഡിനിന് പകരം ഇവിടെ 3' എൻഡിൽ സൈറ്റോസിനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും അഡിനിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് തൈമിനാണ്. അപ്പോൾ DNA പോളിമറൈസ് ഇങ്ങനെ മിസ്മാച്ച്ഡ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ന്യൂക്ലിയോടൈഡ് ചെയിൻ, അല്ലെങ്കിൽ നൈട്രജൻ ബേസിനെ കണ്ടെത്തുകയും എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വഴി, അതായത് എക്സോന്യൂക്ലിയസ് എന്ന എൻസൈമിന്റെ സഹായത്താൽ ഇങ്ങനെ മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ അവിടെ ആഡ് ചെയ്യപ്പെട്ടുള്ള നൈട്രജൻ ബേസിനെ റിമൂവ് ചെയ്തുകൊണ്ട് ആ
DNA നിർമ്മാണത്തിൽ വന്നിട്ടുള്ള തകരാറുകൾ വീണ്ടും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കുക. The DNA polymerase were synthesized in vitro by Arthur Kornberg and his co-workers in 1957. ഇങ്ങനെ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന DNA പോളിമറേസുകളെ സെല്ലിന് പുറത്ത് ലാബിൽ 1957 ആദർ കോറൻബർഗ് എന്ന ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ അല്ലെങ്കിൽ സഹവർക്കേഴ്സും കൂടി ചേർന്ന് ലാബിൽ നിർമ്മിക്കുകയുണ്ടായി. സോ ദീസ് എൻസൈംസ് ആർ കാൾഡ് കോറൻബർഗ് എൻസൈംസ്. ഇങ്ങനെ DNA പോളിമറൈസുകളെ സെല്ലിന് പുറത്ത് അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിന് പുറത്ത് ലാബിൽ വെച്ച് നിർമ്മിച്ചത് കൊണ്ട് ഈ എൻസൈമുകളെ പിന്നീട് 1957 ശേഷം അറിയപ്പെടുന്നത് കോറൻബർഗ് എൻസൈം എന്നാണ്. ആദർ കോറൻബർഗ് made many outstanding contributions to molecular biology. ഇങ്ങനെ മോളിക്കുലർ ബയോളജിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഈ ശാസ്ത്രത്തിന് 1959 നൊബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. He was the first to isolate DNA polymerase, the enzyme that assembles DNA from components, and the first to synthesize DNA in a test tube, which earned him Nobel Prize in 1959. വളരെ സൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഒരു കോശത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയാത്ത മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ പോലും 1957 എന്ന് ഓർക്കണം. അന്നത്തെ സാഹചര്യത്തിൽ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന DNA പോളിമറൈസുകളെ നിർമ്മിക്കുക, അതിൻ്റെ കമ്പോണൻസിനെ, അതുപോലെ തന്നെ ആദ്യമായിട്ട് DNA ഒരു ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദർ കോർബൻബർഗ് 1957 തന്നെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വലിയ കോൺട്രിബ്യൂഷന് അദ്ദേഹത്തിന് 1959 എന്ത് ലഭിക്കുകയുണ്ടായി? നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഇനി DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന മറ്റ് എൻസൈമുകൾ നോക്കാം. പ്രധാനമായിട്ടും പോളിമറൈസുകൾ കഴിഞ്ഞാൽ ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ് DNA പോളിമറൈസേഷൻ എന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്. Helicase is the enzyme which unzip the DNA strands by breaking hydrogen bonds between them. Thus, it helps in the formation of a replication fork. ഇവിടെ DNA നിർമ്മാണത്തിൽ DNA ടെംപ്ലേറ്റുകളായിട്ട് DNA ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 2 ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കാനായിട്ട് DNAക്ക് ഇടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് ടെംപ്ലേറ്റ് ഉണ്ടാക്കി DNA നിർമ്മാണത്തെ അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ഹെലിക്കേസ് എന്ന എൻസൈം. അടുത്ത പ്രധാനപ്പെട്ട എൻസൈം എന്ന് പറയുന്നത് ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ലിഗേസ് ഈസ് ദ എൻസൈം വിച്ച് ഗ്ലൂസ് ദ ഡിസ്കണ്ടിന്യൂസ് DNA സ്ട്രാൻഡ്സ്. ഇനി DNA നിർമ്മാണം നടക്കുമ്പോൾ DNA നിർമ്മാണം 2 തരത്തിലാണ് നടക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതായത് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സിന്റെ ഫോർമേഷനോട് കൂടി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ ആ ഫ്രാഗ്മെന്റ്സുകൾക്കിടയിലൂടെ RNA പ്രൈമറിനെ റിമൂവ് ചെയ്ത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡിനെ ഒട്ടിച്ചു ചേർക്കുക, അല്ലെങ്കിൽ അതിനിടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് DNA നിർമ്മാണത്തെ കംപ്ലീറ്റ് ചെയ്യുന്നത് ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി പ്രൈമേസ് ഉണ്ട്. ദ എൻസൈം ഹെൽപ്പ് ഇൻ ദ സിന്തസിസ് ഓഫ് RNA പ്രൈമർ കോംപ്ലിമെന്ററി ടു ദ DNA ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇവിടെ DNA നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ RNAയുടെ സഹായം ആവശ്യമാണ്, അല്ലെങ്കിൽ RNA ഇല്ലാതെ DNA നിർമ്മാണം നടത്താൻ സാധ്യമല്ല. അപ്പോൾ RNAയുടെ ചെറിയ ഒരു ഭാഗം അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം DNAയുടെ പോളിമറൈസേഷൻ നടക്കുന്ന ഇനിഷ്യേഷൻ സൈറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ RNAയുടെ ചെറിയ ഒരു ഭാഗത്തെ ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിർമ്മിച്ച് അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന എൻസൈമുകളെയാണ് പ്രൈമേസ് എന്ന് പറയുക. ഇനി എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന മറ്റ് എൻസൈമുകളുണ്ട്. ദിസ് പ്രൊഡ്യൂസ് എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് കട്ട് ഇൻ ദ DNA മോളിക്യൂൾ. അതായത് സിംഗിൾ സ്ട്രാൻഡിലോ ഡബിൾ സ്ട്രാൻഡിലോ കട്ട് ഉണ്ടാക്കുന്ന, മുറിവ് ഉണ്ടാക്കുന്ന എൻസൈമുകളാണ് എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ മുറിവ് എന്ന് പറയുന്നത് മിസ്മാച്ച്ഡ് ആയിട്ടുള്ള, അതായത് DNA പോളിമറൈസ് 2 പ്രൂഫ് റീഡിംഗ് നടത്തുമ്പോൾ പ്രൂഫ് റീഡിംഗ് നടത്തുന്നത് DNA നിർമ്മാണം നടന്നതിന് ശേഷമാണ്. അപ്പോൾ DNA നിർമ്മാണം നടന്നതിന് ശേഷം പ്രൂഫ് റീഡിംഗ് നടത്തി
ഇതിനിടയ്ക്ക് അനാവശ്യമായിട്ട് കടന്നുകൂടിയിട്ടുള്ള നൈട്രജൻ ബേസുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അവിടെ കട്ടുണ്ടാക്കുക, മുറിവുണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈമാണ്. ഇനി സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീനുകളുണ്ട്. ഇറ്റ് ബൈൻഡ്സ് ടു സിംഗിൾ സ്റ്റാൻഡ് DNA ആൻഡ് പ്രൊട്ടക്ട്സ് ഇറ്റ്സ് ഫ്രം ഫോമിംഗ് സെക്കൻഡറി സ്ട്രക്ചർ. സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടെംപ്ലേറ്റുകൾ രൂപപ്പെടുമ്പോൾ ആ ടെംപ്ലേറ്റിനോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീനുകളെയാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചർ, അതായത് DNA-ക്ക് ADNA, BDNA, SDNA എന്ന് പറയുന്ന സ്ട്രക്ചറലിൽ ഘടന നമ്മൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക, അതായത് അതിന് മൈനർ ഗ്രൂവ് ഉണ്ടാവും, മേജർ ഗ്രൂവ് ഉണ്ടാവും. ഇനി DNA-ക്ക് കൃത്യമായിട്ട് ലെങ്ത് ഉണ്ടാവും, ഒരു കൃത്യമായിട്ടുള്ള ഘടനയുണ്ടാവും. ആ സ്ട്രക്ചറിൽ നിന്നും ചേഞ്ച് ഉണ്ടാകാതെ അതിൻ്റെ ഘടന, അതായത് സിംഗിൾ സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ 2 ഹൈഡ്രജൻ ബോണ്ട് വേർപെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് പിന്നീട് ഷേപ്പിന്, അതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോലും ഒരു സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ പോലും ഒരു പ്രശ്നം ഉണ്ടാകാതെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA അതുപോലെ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന എൻസൈമുകളെയാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. ഇനി DNA നിർമ്മാണം പൂർത്തീകരിക്കുന്ന പ്രക്രിയയിൽ ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ് പ്രൈമറുകൾ. അതിനെ പ്രൈമറുകളെ DNA-യുടെ ഇനിഷിയേഷൻ സൈറ്റുകളിൽ നിന്നും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രൈമർ റിമൂവൽ എന്ന് പറയുന്നത്. ഇവിടെ പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം ഇവിടെ പ്രൈമർ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ പ്രൈമേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ടാക്കുന്ന പ്രൈമർ, RNA പ്രൈമറിനെയാണ് പ്രൈമർ എന്ന് പറയുക. അത് കണ്ടിന്യൂസ് സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ പ്രൈമറിന്റെ സഹായത്താൽ DNA നിർമ്മാണം നടക്കും. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ പ്രൈമറുകൾ ഒന്നിലധികം, അതായത് അതിന്റെ ലെങ്ത് അനുസരിച്ച് പ്രൈമറുകൾ രൂപപ്പെട്ടുകൊണ്ടേ ഇരിക്കും. When the replication is completed, the newly synthesized strand of DNA do not contain any RNA. ഒരു DNA നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് RNA-യുടെ അല്പം പോലും സാന്നിധ്യം ഉണ്ടാവുകയില്ല. The RNA primers are removed from the 5' end of Okazaki fragments by RNase activity of DNA polymerase 1. ഇങ്ങനെ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന RNA പ്രൈമറുകളെ RNase എന്ന എൻസൈമാണ് റിമൂവ് ചെയ്യുന്നത്. അതിന് സഹായിക്കുന്നത് DNA പോളിമറൈസ് 1 എന്ന എൻസൈം കൂടിയുണ്ട്. അപ്പോൾ DNA പോളിമറൈസ് 1ഉം RNA ഉൽപ്പാദിപ്പിച്ച RNase എന്ന് പറയുന്ന എൻസൈമും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ RNA പ്രൈമറിനെ നീക്കം ചെയ്യുന്നത്. ഇങ്ങനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് പ്രൈമർ റിമൂവൽ എന്ന് പറയുന്നത്. ഇനി പ്രൈമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അതായത് DNA നിർമ്മാണത്തിൽ ആദ്യം കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്ന RNA-യാണ് RNA പ്രൈമർ എന്ന് പറയുക. അപ്പോൾ ഈ പ്രൈമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ DNA നിർമ്മാണത്തിൽ ഒരു ചെറിയ തകരാർ, അല്ലെങ്കിൽ DNA നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും RNA റിമൂവ് ചെയ്ത ഭാഗത്ത്. റിമൂവൽ ഓഫ് RNA പ്രൈമേഴ്സ് ലീവ്സ് എ ഗ്യാപ്പ്, അറ്റ്ലീസ്റ്റ് 1 ന്യൂക്ലിയോടൈഡ് ഈസ് മിസ്സിംഗ്. അതായത് DNA നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ DNA നിർമ്മാണത്തിന് തുടക്കം കുറിച്ച RNA പ്രൈമറിനെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ അവിടെ ഒരു ന്യൂക്ലിയോടൈഡിന്റെ മിസ്സിംഗ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കപ്പെടുന്നു. ദിസ് ഗ്യാപ്പ് ഈസ് ഫിൽഡ് വിത്ത് ഡീഓക്സിറൈബോന്യൂക്ലിയോടൈഡ്സ് ബൈ എ DNA പോളിമറൈസ്. ഇങ്ങനെ DNA പോളിമറൈസ് 3 DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ DNA നിർമ്മാണം നടത്തുന്ന എൻസൈമാണ്. ഈ DNA പോളിമറൈസ് എന്ത് ചെയ്യുന്നു, ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്നു. അതായത് ആ ഗ്യാപ്പിന് അവിടെ എന്താണോ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ നൈട്രജൻ ബേസ് ആവശ്യമായിട്ടുള്ളത്, ആ നൈട്രജൻ ബേസിനെ ആ ഗ്യാപ്പിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. ദിസ് ലീവ്സ് എ നിക്ക് ഈസ് ആൻ ഇൻറപ്ഷൻ ഇൻ ദ ഫോസ്ഫോഡൈഎസ്റ്റർ ബാക്ക്ബോൺ വിത്ത് നോ മിസ്സിംഗ് ന്യൂക്ലിയോടൈഡ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ആദ്യത്തെ ന്യൂക്ലിയോടൈഡിന്റെ സ്ഥാനത്ത് പ്രൈമർ വന്നതുകൊണ്ട്, പ്രൈമർ DNA-യുടെ ഒരു ഭാഗമല്ല, RNA ആണ്. അപ്പോൾ DNA-യുടെ ഭാഗമല്ലാത്ത പ്രൈമറിനെ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു നൈട്രജൻ ബേസിന്റെ മിസ്സിംഗ് ഉണ്ടാകും. അപ്പോൾ ഈ മിസ്സിംഗ് പരിഹരിച്ചെങ്കിൽ മാത്രമേ DNA-യുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു പുതിയ ന്യൂക്ലിയോടൈഡിനെ DNA നിർമ്മാണം നടന്നതിന് ശേഷം ആഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു നിക്ക് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ AIDS കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ
നിർമ്മാണം നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ തുടക്ക ഭാഗത്തിൽ ഒരെണ്ണം കൊണ്ടുവെക്കുമ്പോൾ അവിടെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടിന് ചെറിയ ഒരു മിസ്സിങ് ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെറിയൊരു തകരാറ് രൂപപ്പെടും. ഈ തകരാറ് പോലും അനുവദിക്കാൻ പറ്റാത്തതാണ്. ആ തകരാറിനെ പരിഹരിക്കുന്ന പ്രോസസ്സിനെ ലിഗേഷൻ എന്നാണ് പറയുന്നത്. ദ റിമൈനിങ് നിക്ക് ഈസ് സീൽഡ് ബൈ DNA ലിഗേസ്. ഇങ്ങനെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടിന് ഉണ്ടാകുന്ന തകരാറിനെ പരിഹരിച്ചുകൊണ്ട് DNA നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ്. സീലിംഗ് ഓഫ് ദ നിക്ക് റിക്വയർസ് ഫോർമേഷൻ ഓഫ് ന്യൂ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. അതായത് DNA പോളിമറൈസ് എൻസൈം കൊണ്ടുവന്ന് ആഡ് ചെയ്ത നൈട്രജൻ ബേസ് അവിടെ ഒരു നിക്ക് ഉണ്ടാക്കുക, ഒരു വിടവുണ്ടാക്കും, ചെറിയൊരു വിടവുണ്ടാക്കും. ആ വിടവ് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതായത് പുതിയൊരു ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഉണ്ടാക്കണം. അതായത് ഓൾറെഡി ഉണ്ടാക്കിയ ബോണ്ടിങ് കൊണ്ട് അവിടെ തകരാറ് സംഭവിച്ചു. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ഒന്നുകൂടി റീകൺസ്ട്രക്ട് ചെയ്യണം. ബൈ യൂസിങ് ATP ഓർ ADP ദ നിക്ക് സീലിംഗ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റോ അഡിനോസിൻ ഡൈഫോസ്ഫേറ്റോ ഉപയോഗിച്ചാണ് ഇവിടെ നിക്ക് അവിടെ ഉണ്ടാകുന്ന ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടിനെ പരിഹരിക്കുന്നത്. The complete replication apparatus moving along the DNA molecule at a replication fork is called replisome. ഇങ്ങനെ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള അപ്പാരറ്റസ് ഉണ്ട്. അതായത് DNA പോളിമറൈസുകളുണ്ട്, ലിഗേസുകളുണ്ട്, ഹെലിക്കേസുകളുണ്ട്, പിന്നീട് പ്രോട്ടീനുകളുണ്ട്, ATP, ADP തുടങ്ങിയ പദാർത്ഥങ്ങളെല്ലാം കൂടി അല്ലെങ്കിൽ കമ്പോണൻസ് എല്ലാം കൂടി ഈ റെപ്ലിക്കേഷൻ ഫോർക്കിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കമ്പോണൻസിനെയും കൂടെ ചേർത്ത് പറയുന്നത് റെപ്ലിസോം എന്നാണ്. അപ്പോൾ റെപ്ലിസോം എന്താണെന്ന് ഓർത്തിരിക്കുക. ദ കംപ്ലീറ്റ് റെപ്ലിക്കേഷൻ അപ്പാരറ്റസ് മൂവിങ് അലോങ് ദ DNA മോളിക്യൂൾ അറ്റ് എ റെപ്ലിക്കേഷൻ ഫോർക്ക്. ഒരു റെപ്ലിക്കേഷൻ ഫോർക്കിലൂടെ DNA നിർമ്മാണത്തിലൂടെ പങ്കെടുത്തുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അപ്പാരറ്റസിനെയും കൂടെ ചേർത്തിട്ടാണ് റെപ്ലിസോം എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രൈമോസോംസ്, ദ DNA പോളിമറൈസ് ആൻഡ് അതർ അസോസിയേറ്റഡ് പ്രോട്ടീൻസ്. പ്രൈമോസോമുകൾ ഉണ്ടാകും, DNA പോളിമറൈസുകൾ ഉണ്ടാകും, പ്രോട്ടീനുകൾ ഉണ്ടാകും, മറ്റ് എൻസൈമുകൾ ഉണ്ടാകും. ഇവയെല്ലാം കൂടി ചേർന്ന സംവിധാനത്തിനെയാണ് റെപ്ലിസോം എന്ന് പറയുന്നത്. ദ യൂണിറ്റ് ഓഫ് DNA എൻഗേജ്ഡ് ഇൻ റെപ്ലിക്കേഷൻ ഈസ് കോൾഡ് റെപ്ലിക്കോൺ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ റെപ്ലിക്കോൺ ഐ. ഇവിടെ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന DNA റെപ്ലിക്കോൺ എന്നാണ് പറയുന്നത്. അതായത് റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടായി, ആ റെപ്ലിക്കേഷൻ ഫോർക്കിൽ പങ്കെടുക്കുന്ന DNA ഉണ്ട്. അപ്പോൾ ഈ DNAക്ക് പറയുന്ന പേര് റെപ്ലിക്കോൺ എന്നാണ് പറയുക. അപ്പോൾ റെപ്ലിക്കോൺ എന്ന് പറയുന്നത് DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഉള്ള DNA പറയുന്ന പേര് റെപ്ലിക്കോൺ എന്നാണ് പറയുക. അതിനകത്ത് ആ റെപ്ലിക്കോണിനകത്ത് ഒരു സിംഗിൾ റെപ്ലിക്കോൺ ഐ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന എൻസൈമുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. DNA പോളിമറൈസുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഇതിനകത്ത് ഉണ്ട്. ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ എൻസൈംസ് ഇൻവോൾവ് ഇൻ DNA റെപ്ലിക്കേഷൻ പ്രോസസ്. അപ്പോൾ 4 മാർക്കിന്റെ ചോദ്യം നമുക്ക് DNA പോളിമറൈസ് 1, 2, 3 എന്ന് എഴുതിക്കൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടി വരും. അതോടൊപ്പം ഹെലിക്കേസ്, ലിഗേസ് തുടങ്ങിയ എൻസൈമുകളോട് ചേർത്ത് വേണം DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിലെ എൻസൈമുകളെ കുറിച്ച് പറയാൻ. ഇനി 1 മാർക്ക് ചോദ്യം ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള റെപ്ലിക്കോൺ ചോദിക്കാം. ഇനി റെപ്ലിക്കേഷൻ അപ്പാരറ്റസുമായിട്ട് അല്ലെങ്കിൽ DNA ലിഗേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ ഹെലിക്കേസിനെ കുറിച്ചോ, RNA പ്രൈമർ റിമൂവൽ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.